ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം 3 മാസം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ ബേസായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ കാലഘട്ടത്തിലെ മക്കൾ, നമ്മുടെ യുവജനങ്ങൾ, കൗമാരങ്ങളും ബാല്യങ്ങളും ശൈശവങ്ങളും ഒക്കെ ഒരു വലിയ ദൈവാനുഭവത്തിലേക്ക് വരണം. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ ഒരു ദൈവാനുഭവത്തിലേക്ക് വരണം. ഞാൻ ഈ പ്രാർത്ഥന ചെയ്യുന്നതിന് മുമ്പായിട്ട് കർത്താവ് എന്നെ ഒരു വീഡിയോ കാണിച്ചു തന്നു. ഒറ്റ രാത്രി കൊണ്ട് 2000-ലേറെ യുവജനങ്ങൾ US-ലെ ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ദൈവാനുഭവം. 2000-ലേറെ യുവജനങ്ങൾക്ക് ഒരു കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കണം. വലിയൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കർത്താവിന് കോടാനുകോടി നന്ദി പറയുകയാണ്. കാരണം നമ്മുടെ പ്രാർത്ഥനയുടെ ബേസ് ഇത് തന്നെയാണ്. നമ്മളെ ഇന്ന് കർത്താവ് നയിക്കുന്നത് എസെക്കിയേലിൻ്റെ പുസ്തകം 37-ാം അധ്യായം അസ്ഥികളുടെ താഴ്വരയിലേക്കാണ്. വചനം ഇങ്ങനെ പറയുന്നു: ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്നവർ പറയുന്നു. ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ ഒരു വചനത്തിലൂടെ കർത്താവ് വരണ്ട ഇരിക്കുന്ന ജീവിതങ്ങളെ, പ്രത്യേകിച്ച് മദ്യത്തിന്, മയക്കുമരുന്നിന്, കർത്താവിനോട് അകൽച്ച കാണിക്കുന്ന ജീവിതങ്ങളെയൊക്കെ ഒരു വലിയ ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് ഈ ഒരു വചനഭാഗത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കുക. പ്രവാചകനോട് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, എങ്കിലും കുറച്ച് വായിക്കുകയാണ്. പ്രവാചകനോട് ദൈവമായ കർത്താവ് പറയുന്നു: പ്രവാചക, നീ പ്രവചിക്കുക, വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ എന്നവയോട് പറയുക. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു: ഇതാ, ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി, ഒരു കിരുകിരാ ശബ്ദം. വേർപെട്ടു പോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ വീണ്ടും പ്രവചിച്ചു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു. അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. ഈ ഒരു വചനഭാഗം നമ്മൾക്ക് തരുന്നത് വലിയൊരു പ്രതീക്ഷയാണ്. യുവജനങ്ങളുടെ ഒരു വലിയ ദൈവാനുഗ്രഹത്തിലേക്കുള്ള ഒരു വലിയ കടന്നുവരവാണ്. കാരണം അവരുടെ ജീവിതത്തിലുണ്ടായ തകർച്ചകൾ കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 100 ഇരട്ടിയായിട്ട് അവരെ കർത്താവ് തിരിച്ചു പിടിക്കുന്ന ഒരു വലിയ ദൈവാനുഭവം നമുക്ക് ആഗ്രഹിക്കാം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുഴുവൻ മക്കളും നശിച്ചു പോകാതെ കർത്താവിൻ്റെ സ്നേഹത്തിൽ അവരാകുവാൻ, ഈശോയുടെ പരിശുദ്ധാത്മാവ് നിറയാൻ ജോയൽ 2:28 പറയുന്നത് പോലെ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. ഈ ഒരു വലിയ ദൈവാനുഭവം ഈ കാലഘട്ടത്തിൽ സംഭവിക്കണം. നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമുക്ക് തരുന്നൊരു വാഗ്ദാനമാണ്, ഭൂമിയിൽ 2 പേർ യോജിക്കുന്ന ഏത് കാര്യവും സാധിച്ചു തരുമെന്ന്. നമ്മൾ ആരെങ്കിലും ഒരാൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയായിരിക്കണമേ, ഞങ്ങളുടെ യുവജനങ്ങളോട്, ഈ കാലഘട്ടത്തോട് കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുരക്തം ഇവരുടെ മേൽ ഒഴുകിയിറങ്ങട്ടെ. ഈശോയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവരിൽ നിറയട്ടെ. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നു, 10:10 പറയുന്നു, ജീവൻ നൽകുവാനും അത് സമർത്ഥമായി നൽകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി അവരിൽ നിറയട്ടെ. ജീവൻ ഉണ്ടാകട്ടെ, അവർക്ക് സമർത്ഥമായി ഉണ്ടാകട്ടെ. ഒരു വലിയ സൈന്യം പോലെ ഒരു വിശുദ്ധ സമൂഹം ഉണർന്നെഴുന്നേൽക്കട്ടെ. ഈ കാലഘട്ടത്തിലെ മുഴുവൻ യുവജനങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയും ഒരിക്കലും വിഫലമായി പോകില്ല. നമുക്ക് ആഗ്രഹിക്കാം, പരിശുദ്ധ അമ്മ അവരെ നീലക്കാപ്പ കൊണ്ട് പൊതിഞ്ഞ് കർത്താവിനോട് ചേർത്ത് നിൽക്കും, ബലിപീഠത്തോട് ചേർത്ത് നിൽക്കും. ആ ഒരു വലിയ വിശ്വാസത്തോടെ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.